ബിജെപി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. പാലക്കാട്ടെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. പാർട്ടിയിൽ വ്യാപക ആവശ്യമുയർന്നതോടെയാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. ഹരിമോഹൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഹരി, സുരേന്ദ്രന്റെ രാജിക്കായി മുറവിളി വലിയ രീതിയിൽ തന്നെ പാർട്ടിക്കകത്ത് ശക്തമായിരുന്നു. പ്രത്യേകിച്ച് സുരേന്ദ്രനൊപ്പം ഉറച്ചുനിന്ന നേതാക്കളൊക്കെ ഇത്തവണ അദ്ദേഹത്തെ കൈവിട്ട ഒരു സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തെ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നു. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വവും അതുവഴി സുരേന്ദ്രൻ ഏറ്റെടുക്കുന്നു. ജിൽസി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. പാർട്ടിയിൽ വ്യാപകമായി തന്നെ തന്റെ രാജി ആവശ്യം ഉയരുന്നതിനിടയ്ക്കാണ് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ രാജിസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. പാലക്കാട്ടെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നാണ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ചില ആവശ്യങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് പാലക്കാട്ടെ മാത്രമല്ല, കേരളത്തിലെ ഉടനീളമുണ്ടായ തോൽവിയുടെ ഒരു പശ്ചാത്തലം, സാഹചര്യം ഒക്കെ തന്നെ പരിശോധിക്കണം എന്നുള്ള ആവശ്യം കൂടി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് കേന്ദ്ര നേതൃത്വം എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. പക്ഷേ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ച സ്ഥിതിക്ക് കേന്ദ്ര നേതൃത്വം അത് നിലവിലത്തെ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം സുരേന്ദ്രന്റെ രാജ്യാവശ്യത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നേതാക്കൾ എന്ന് പറയുന്നത് വി മുരളീധരനൊക്കെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ പാലക്കാട്ടെ തോൽവിയുടെ കാര്യത്തിൽ കെ സുരേന്ദ്രനെതിരായിട്ടുള്ള നിലപാടാണ് വി മുരളീധരനും സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രാജ്യസന്നദ്ധത കേന്ദ്ര നേതൃത്വം അംഗീകരിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. ഒരുപക്ഷെ സുരേന്ദ്രൻ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വി മുരളീധരനൊക്കെ സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ഒരു തരത്തിൽ പോലും സുരേന്ദ്രനെ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചില്ല. പാലക്കാട്ടെ കാര്യമൊന്നും തനിക്കറിയില്ല, താൻ മഹാരാഷ്ട്രയുടെ ചുമതലയായിരുന്നു, അതാണ് നോക്കിയതെന്ന് പറഞ്ഞൊഴിഞ്ഞപ്പോൾ തന്നെ അതിലൊരു അപകട സൂചന നമ്മൾ കണ്ടതാണ്. മറ്റൊന്ന്, എം.ടി. രമേശും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള ആളുകൾ അവരുടെ ഒരു പക്ഷം ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിരുന്നില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ രാജി വേണമെന്ന ശക്തമായ അഭിപ്രായ പ്രകടനം അവർ നടത്തിയോ? തീർച്ചയായിട്ടും ജിൽസി, അതായത് പാർട്ടിക്കുള്ളിൽ ഇത് ഉയർത്തിയ ആൾക്കാർ എന്ന് പറയുന്നത് ഒരുപക്ഷെ കെ സുരേന്ദ്രൻ ഒഴികെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ആ പട്ടികയിൽ വരുമെന്നുള്ളതാണ്. അതായത് കെ സുരേന്ദ്രന്റെ രാജി വേണമെന്ന്, അല്ലെങ്കിൽ കെ സുരേന്ദ്രനാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നുള്ള കാര്യം പാർട്ടിക്കുള്ളിൽ ഉയർത്തിയ നേതാക്കൾ വി മുരളീധരനിൽ തുടങ്ങി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, ഇത്തരത്തിൽ പാലക്കാട് നിന്നുള്ള വ്യക്തികൾ പോലുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ നേതാക്കളും തന്നെ സുരേന്ദ്രന്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. പാലക്കാട്ടെ തോൽവിയുടെ കാര്യത്തിൽ പൂർണ്ണമായ ഉത്തരവാദിത്തം സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഇവർ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു ആവശ്യം. അതായത് പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങി സന്ദീപ് വാര്യർ പോയതുവരെയുള്ള എല്ലാ വിഷയങ്ങളിലും പൂർണ്ണ ഉത്തരവാദിത്തം സുരേന്ദ്രനാണ്. പാർട്ടിയിൽ വിവിധ തരത്തിലുള്ള ഓപ്ഷനുകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ പേരുകൾ അവിടെ ഉയർന്നിരുന്നു. കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്നുള്ളൊരു ആവശ്യം പോലും ഉയർന്നിരുന്നു. പക്ഷേ സി കൃഷ്ണകുമാറിന്റെ പേരിൽ തന്നെ സുരേന്ദ്രനാണ് ഉറച്ചു നിന്നത്. ആ പേര് തന്നെ സ്ഥാനാർത്ഥിയാകണം, സി കൃഷ്ണകുമാർ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് കെ സുരേന്ദ്രനാണ്. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സുരേന്ദ്രന് മാത്രമാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ പ്രചാരണ ചുമതലകൾ ഏൽപ്പിച്ചില്ല, അവരെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുപ്പിച്ചില്ല. മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലെ വയനാട്ടിലെ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പറഞ്ഞു കേട്ട ശോഭാ സുരേന്ദ്രന്റെ പേര് അവസാന ഘട്ടത്തിൽ ഒരിടത്തും വന്നില്ല. ഇതൊക്കെ തന്നെ വിമർശനത്തിന് വലിയ കാരണമായി. അതുകൊണ്ട് തന്നെയാണ് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇനി ആ വിമർശനങ്ങൾ സഹിച്ചുകൊണ്ട് പാർട്ടിയിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കില്ല എന്നുള്ള നിലപാടിലേക്ക് സുരേന്ദ്രൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിക്കുമ്പോഴും കേന്ദ്ര നേതൃത്വം, സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും അതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വവും അതിന് ഫേവറബിൾ ആയ ഒരു നിലപാടെടുക്കാൻ തന്നെയല്ലേ സാധ്യത? കാരണം മുൻപ് പലതവണ കെ സുരേന്ദ്രനെതിരെ വിമർശനം ഉയർന്നപ്പോഴും സുരേന്ദ്രനെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര നേതൃത്വം നിന്നിരുന്നത്. പക്ഷേ ഇക്കുറി അത് ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ തന്നെയാണോ ലഭിക്കുന്നത്? ജിൽസി, മുൻപ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് സുരേന്ദ്രനെ സംരക്ഷിച്ചുകൊണ്ട് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ രംഗത്തുണ്ടായിരുന്നു. വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ, കേന്ദ്ര നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് വി മുരളീധരൻ. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ ആ സംരക്ഷണം ലഭിച്ചിരുന്നു. പക്ഷേ ഇക്കുറി ആ സംരക്ഷണം ഇല്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ആ രാജ്യസന്നദ്ധത പരിശോധിക്കുമ്പോഴും ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമെന്നുള്ള കാര്യം കൂടി നമുക്കറിയാം. അത് മാത്രമല്ല RSS എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കേരളത്തിലെ RSS പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചുമതല അവസാന ഘട്ടങ്ങളിൽ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ RSS നേതൃത്വം നൽകിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു പാലക്കാട് നടന്നത്. അതുകൊണ്ട് RSSന്റെ അഭിപ്രായം എന്താണ് എന്നുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ സുരേന്ദ്രന് യാതൊരു രീതിയിലുള്ള സംരക്ഷണവും പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു രാജിയിലേക്ക് പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ആ രാജ്യസന്നദ്ധ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിനാണ് സാധ്യത നിലവിൽ കൂടുതൽ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ചിലപ്പോൾ ഒരുപക്ഷെ സുരേന്ദ്രൻ
സുരേന്ദ്രൻ ഇന്ന് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ആ സന്നദ്ധത അറിയിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും പാർട്ടിയുടെ വിവിധ കോണുകളിൽ നിന്ന്, സാധാരണ എതിർചേരലുകളിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള വിമർശനവും രാജ്യാവശ്യവും ഒക്കെ ഉയരാറുള്ളത്. പക്ഷേ ഇത് സ്വന്തം പക്ഷത്ത് നിന്ന് പോലും രാജിയുടെ ആവശ്യം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇനി പാർട്ടിക്കുള്ളിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനവുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് സുരേന്ദ്രനെ സംബന്ധിച്ച വലിയ ടാസ്ക് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ തുടരട്ടെ എന്നുള്ള നിലപാട് കേന്ദ്ര നേതൃത്വം നേരത്തെ മുൻപോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും ഇത്തരം ഒരു ആവശ്യം ഉയർന്ന സ്ഥിതിക്ക് മുൻ നിലപാടിൽ നിന്ന് കേന്ദ്ര നേതൃത്വവും ഒരു അയവ് വരുത്താനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ജിൽസി. ശരി ഹരി, എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ ഒറ്റപ്പെട്ട കെ സുരേന്ദ്രന് മുന്നിൽ രാജിവെക്കാനുള്ള ഒരു സന്നദ്ധത കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയല്ലാതെ മറ്റ് പോംവഴികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര നേതൃത്വവും ആ രാജി എതിർക്കാനുള്ള സാഹചര്യം നിലവിലില്ല. പാലക്കാട്ട് ഏറ്റവും ഒടുവിൽ RSS അടക്കം പ്രചാരണ രംഗത്ത് എത്തി നേതൃത്വം ഏറ്റെടുത്തിരുന്നെങ്കിൽ പോലും BJP സ്ഥാനാർത്ഥിയെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉറച്ചു നിന്നത് കെ സുരേന്ദ്രനായിരുന്നു. C കൃഷ്ണകുമാറിനായി ശോഭാപക്ഷത്ത് അടക്കമുള്ള ആളുകൾ ഒരു സ്ഥാനാർത്ഥി ആവണമെന്നുള്ള ആവശ്യവുമായി എത്തിയപ്പോൾ പോലും അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്ന ആവശ്യമുയർന്നപ്പോൾ അതിനെയും നിരാകരിച്ചുകൊണ്ട് C കൃഷ്ണകുമാറിനൊപ്പം അടിയുറച്ചു നിന്ന കെ സുരേന്ദ്രൻ ഇപ്പോൾ സ്വന്തം പദവി പോലും സംരക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിൽ ഇനിയിപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് തന്നെയാണ് വളരെ നിർണായകമാകുക. അതുടൻ ഉണ്ടാകുമോ, വരും മണിക്കൂറുകൾ ഉണ്ടാകുമോ, ഇനി അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഈ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെത്തും തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ ശക്തമായി തന്നെ ഉയർന്നു വരും.